എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ ഒരുപാട് ദിവസമായി ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ മുമ്പോട്ട് കൊണ്ടുപോവാണ്. വളരെ ഫലപ്രദമായ ഒരു സെഷനാണ്. കാരണം നിങ്ങൾക്ക് കുറേ കൂടെ ഫെമിലറൈസ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസിനെ കുറിച്ച്. നമുക്ക് തന്നെ കുറേ കൂടെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഇന്നൊരു നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1989 നവംബർ 9-നാണ്. പ്രാബല്യത്തിൽ വന്നത് 1990 ജനുവരി 30-നാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തത് ഡേറ്റ്സ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് വർഷം മാത്രമല്ല ഡേറ്റ്സ് കൂടി ഉൾപ്പെടുത്തി മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു കണക്കിന് ശരിയാണ്. കാരണം ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഡേറ്റ്സ് കൂടെ വരാറുണ്ട്. ഞാൻ സാധാരണഗതിയിൽ വർഷം മാത്രമായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തവണ അതുകൊണ്ടാണ് ഡേറ്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1989 നവംബർ 9-നാണ്. പ്രാബല്യത്തിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഫാക്ച്വലാണ്. ഈ നിയമത്തിൽ 6 അധ്യായങ്ങളുണ്ട്, 23 വകുപ്പുകളുമുണ്ട്. ഈ നിയമത്തിൽ 6 അധ്യായങ്ങളും 23 വകുപ്പുകളുമുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഭേദഗതി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഭേദഗതി ചെയ്തിട്ടില്ല. പ്രത്യേക കോടതികളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 4-ആണ്. പ്രത്യേക കോടതികളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 4-ആണ്. ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓപ്ഷൻസ് വായിക്കുക. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1989-ലാണ്. പ്രാബല്യത്തിൽ വന്ന 1990 ജനുവരി 30-നാണ്. ഈ നിയമത്തിൽ 6 അധ്യായങ്ങളും 23 വകുപ്പുകളുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഭേദഗതി ചെയ്തിട്ടില്ല. പ്രത്യേക കോടതികളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 4-ആണ്. അപ്പോൾ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1989-ലാണ്. ശരിയാണ്. പ്രാബല്യത്തിൽ വന്നത് 1990 1990-ആണ്. 1990 ജനുവരി 30-നാണ്. ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 1990 ജാൻ 30-ആണ് പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമത്തിൽ 6 അധ്യായങ്ങൾ 23 വകുപ്പുകളുണ്ട്. വീണ്ടും ഒരു ഫ്രാക്ച്വലായിട്ട് ചോദ്യമാണ്. 6 അധ്യായങ്ങൾ 23 വകുപ്പുകളും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഭേദഗതി ചെയ്തിട്ടില്ല. അത് എടുക്കട്ടെ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേക കോടതികളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 4-ആണ്. ശരിയാണ്. അപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഭേദഗതി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. 2015-ലും 2018-ലും ഭേദഗതി ചെയ്തിട്ടുണ്ട് ഈ നിയമം. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? 1, 2 and 4. അപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന നിയമങ്ങളിൽ നമ്മൾ ആക്സ് ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിൽ നമ്മൾ ചില ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ തന്നെ ടഫായിട്ടുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷനായിട്ട് തന്നെ കണക്ക് കൂട്ടണം. അപ്പോൾ എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.